കേരളത്തിലെ 30-ലേറെ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ മാറ്റുരയ്ക്കുന്ന അക്കാഫ് പ്രീമിയർ ലീഗിന് ഷാർജയിൽ തുടക്കമായി. മുൻ ദേശീയ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വനിതാ ക്രിക്കറ്റ് താരം കെസിയ ഉൾപ്പെടെയുള്ളവർ അതിഥികളായി പങ്കെടുത്തു. 8 വനിതാ ടീമുകളും APL-ൽ മാറ്റുരയ്ക്കുന്നു. മീഡിയ വൺ ടൂർണമെന്റിന്റെ മീഡിയ പാർട്ണറാണ്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, അക്കാഫിന് തുടക്കമായിരിക്കുന്നു. വലിയ ആവേശം, അത്രയധികം ടീമുകൾ മത്സരിക്കുന്നു. ശ്രീശാന്താണ് അത് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ വളരെ വലിയ പ്രത്യേകതകളുമായി ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ മാച്ചിനെ കുറിച്ച്? ധന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രത്യേകതകളുള്ള ഒരു മത്സരമാണ്. ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ വേദിക്ക് പുറമെ അപ്പുറത്ത് മറ്റൊരു ഗ്രൗണ്ടിൽ മത്സരം നടക്കുന്നുണ്ട്. അങ്ങനെ 4 ഗ്രൗണ്ടിലായിട്ടാണ് ഒരേ സമയം മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. 32 ടീമുകൾ, അതായത് കേരളത്തിലെ വിവിധ കോളേജുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന 32 ടീമുകൾ ഇതിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ അതേപോലെ തന്നെ 8 വനിതാ ടീമുകളും മത്സരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമുക്കൊന്നും അത്ര പരിചിതമല്ലാത്ത ഒരു ഫോർമാറ്റിലാണ് ഈ ക്രിക്കറ്റ് നടക്കുന്നത്. 100 ബോൾ ഫോർമാറ്റിലാണ് ഈ മത്സരം നടക്കുന്നത്. കേരളത്തിലെ വിവിധ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു അപ്പെക്സ് ബോഡി ആയിട്ടുള്ള അക്കാഫാണ് ഈ മത്സരത്തിന്റെ സംഘാടകർ. APL, അത് അക്കാഫ് പ്രീമിയർ ലീഗ് എന്ന പേരിലാണ് ഇത് നടക്കുന്നത്. അക്കാഫിന്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ 100 ബോൾ ഫോർമാറ്റിന്റെ പ്രത്യേകത? 100 ബോൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓവേഴ്സാണ് കളിക്കുന്നത്. 20-20 50 ഓവേഴ്സിനെ കളിക്കാറുണ്ട്. പക്ഷേ ഈ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 10 ബോൾ വരെ എറിയാം. അതായത് ഒരു എൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ 10 ബോൾ, ഒരു ഓവറിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യില്ലേ, ഇത് 10 ബോൾ കഴിഞ്ഞിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക് പരമാവധി 10 ബോൾ എറിയെങ്കിൽ ഒരു ഓവർ എന്ന രീതിയിലാണ് എറിയുന്നത്. 5 ബോൾസാണ് ഇതിനകത്ത് എറിയുന്നത്. ഇപ്പോൾ 32 പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളാണല്ലോ മാറ്റുരയ്ക്കുന്നത്. ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ് ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ? 32 കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കളിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും നേരത്തെ ക്രിക്കറ്റിൽ നല്ല ലെവലിൽ കളിച്ചിട്ടുള്ളത്. രഞ്ജി പ്ലേയേഴ്സ് ആയിരുന്നാലും ഇവിടുത്തെ ടൂർണമെൻറ്റിൽ, അതായത് നാഷണൽ ലെവലിൽ UAE വേണ്ടി കളിക്കുന്നവരും ഒക്കെ ചേർന്നിട്ടുള്ള കോളേജിനെ ബേസ് ചെയ്തിട്ടുള്ള ടീമുകളാണ് ഓരോ പ്രതിനിധികളായിട്ട് ഓരോ കോളേജിന് പങ്കെടുക്കുന്നത്. ഇത് എത്ര ദിവസമായിരിക്കും ഈ മത്സരങ്ങൾ നീണ്ടു നിൽക്കുക? ഇപ്പോൾ ഫെബ്രുവരി വരെ തുടരുന്ന മത്സരങ്ങളാണല്ലോ. എങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ? ഫെബ്രുവരി 15 വരെയാണ് ഈ മത്സരം ഉണ്ടാവുക. ഫൈനൽ 15-നാണ്. ഇത് ഇനിയിപ്പം അടുത്ത ഒരു 24-ാം തീയതി വരുമ്പോഴത്തേക്ക് നമ്മുടെ ലീഗ് മാച്ചസ് കഴിയും. അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ ഫൈനൽ, അത് കഴിഞ്ഞിട്ട് സെമി ഫൈനൽ, പിന്നെ ഫൈനൽ. അതാണ് എൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ 5ാമത്തെ സീസണാണ്. ഈ 5 സീസണിലും ശ്രീശാന്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു ശ്രീശാന്തിൻ്റെ ഒരു പിന്തുണയും പങ്കാളിത്തമൊക്കെ? ശ്രീശാന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആൾ, മലയാളി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ 2 പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയപ്പോൾ ടീമിലുണ്ടായിരുന്ന അംഗം. പിന്നെ ഒരു ക്യാച്ചിനെ പറ്റി അറിയില്ല. ആ ഒരു ക്യാച്ച് എടുത്തിട്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കൊണ്ടുവന്ന ഒരു മലയാളി താരം എന്നുള്ളതാണ് ശ്രീശാന്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ എല്ലാ ടീമും ഇത് 4 ഗംഭീര വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 32 ടീമുകൾ ഇവിടെ വന്ന് കളിക്കുന്നത് അതിൻ്റെ അതേ ആവേശത്തോടുകൂടി ഏകദേശം 600ഓളം മലയാളി പ്ലേയേഴ്സ്, അതായത് കേരളത്തിന് പുറത്ത് കിടക്കുന്ന ഏറ്റവും വലിയ മലയാളികളുടെ ഒരു റെക്കോർഡാണ് ഇത്രയും പേര് ഒരുമിച്ച് കളിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക വഴിയാണ് അക്കാഫ് പ്രൊഫഷണൽ ലീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മുമ്പത്തെ സീസണുകളിൽ നിന്ന് ഇപ്പോഴത്തെ സീസണിൽ എത്തുമ്പോൾ അത് എത്രമാത്രം വളർന്നിട്ടുണ്ട്? എന്തൊക്കെ വ്യത്യസ്തതകളാണ് ഇപ്രാവശ്യത്തെ സീസണിലുള്ളത്? വളർന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യം വന്ന് ചേർന്നിട്ടുള്ള 32 ടീമുകളെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഏകദേശം 9 ടീമുകൾ, കോളേജ് ടീമുകൾ ഉൾപ്പെടെ ഇപ്പോഴും റിസർവിലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കാരണം അതിൻ്റെ നടത്തിപ്പ് ആ രീതിയിലാണ്. പ്രൊഫഷണൽ ലെവലിൽ തന്നെയാണ്. ഷാർജ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അഫിലിയേഷനോട് കൂടി തന്നെയായിട്ടുള്ള അമ്പയേഴ്സും അതുപോലെ സാങ്കേതികപരമായിട്ടുള്ള നമുക്ക് അതിൻ്റെ സ്കോറും കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നത് അവരാണ് പ്രൊഫഷണലി. ഇപ്പോൾ ഇതിൻ്റെ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാത്രി വരെ നീളുന്ന മത്സരങ്ങളാണ് ഇവിടെ ഈ 4 ഗ്രൗണ്ടിൽ നടക്കുക. ആ സമയങ്ങളിലൊക്കെ ഇവിടെ ഈ കോളേജുകളെ പിന്തുണയ്ക്കാനും മറ്റുമായിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ എത്തും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കേരളത്തിന് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ മലയാളി ക്രിക്കറ്റ് മത്സരമാണ് ഇതെന്നാണ് സംഘാടകർ പറയുന്നത്. ധന്യ.